ഈ ഒരു ഓട്സ് പഴം ഹൽവ നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ട് ചോറ് പഴം ഹൽവയുടെ ഒരു വേരിയന്റ് ആണ്. ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് സ്വീറ്റ് ക്രേവിങ്സ് വരുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് വെച്ചിട്ട് ഓട്സ് ചേർത്തുണ്ടാക്കിയതാണ്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഓട്സ്, ഏത് ടൈപ്പ് ഓട്സ് ആണല്ലോ എടുക്കുക, ഞാൻ നോർമൽ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത്, ഞാൻ അവിടെ ഒരു 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ അളവ് നമുക്ക് പിന്നെ ഇതിന്റെ മാവ് റെഡിയാക്കുമ്പോൾ കൂട്ടം കുറക്കൊക്കെ ചെയ്യും. അപ്പൊ തൽക്കാലം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചുടുവെള്ളത്തിൽ കലക്കി വെക്കുക. അതിനൊക്കെ തേങ്ങാപ്പാലും ചേർക്കാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഈ കുറുക്കിയ വെച്ച ഓട്സിലേക്ക് നമ്മൾ പഴം, ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഒരു റോബസ്റ്റ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേന്ത്രപ്പഴം മാത്രമോ റോബസ്റ്റ മാത്രമോ അങ്ങനെ ആയിട്ടും എടുക്കാം. പിന്നെ അതിന്റെ അളവിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുറച്ച് വ്യത്യാസമാണെന്ന് ചോദിച്ചാൽ ഹൽവയ്ക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇനി ഒരു 6 ഏലക്ക ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കലക്കി വെച്ച തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ആയാലും ഓക്കെയാണ്. എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇത് നമ്മളൊരു ദോശമാവിന്റെ പരുവത്തിൽ ബ്ലെൻഡറിലിട്ടിട്ട് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ശർക്കര, ഇരുന്നുള്ള ഉപ്പുമാണ്. ഞാൻ ചേർക്കുന്ന ശർക്കരപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ശർക്കരപ്പാനിയോ പഞ്ചസാരയോ പാം ഷുഗർ എന്താണെങ്കിൽ ചേർക്കാം. അതനുസരിച്ചിട്ട് നമ്മൾ കളറിനും ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നല്ല ശർക്കര ചേർക്കുകയാണെങ്കിലും അതുപോലെ പഴം അരയ്ക്കുമ്പോൾ 2-3 കഷ്ണം ബീറ്റ്റൂട്ട് ഒക്കെ ഇട്ടാലും നല്ല കറുത്ത കളറുള്ള ഹൽവ കിട്ടും കേട്ടോ. നല്ല ബ്രൗൺ കിട്ടും. ഇതെന്റെ ഹൽവ ഒരു ഇളം മഞ്ഞ കളറിലായിരിക്കണം. ഇതിനെ ഇളക്കിയിട്ട് അതിന്റെ കുമിളൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്ന പരുവായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതും കൂടെ ഒഴിക്കണം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം, നന്നായി കുറുകി വരുമ്പോൾ. ഈ നെയ്യ് ചേർക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസോ ടൂട്ടി ഫ്രൂട്ടിയോ തേങ്ങാക്കൊത്തോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. അതായിട്ട് ഇങ്ങനെ കുറച്ചു നേരം കൂടെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു 15 മിനിറ്റോളം ഇളക്കിയപ്പോൾ എൻ്റെ ശരിയായിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ല പോലെ അടി പിടിക്കാതെ സൂക്ഷിച്ച് ഇളക്കി വശങ്ങളിലൊക്കെ വിട്ടുപോരുന്ന പരുവാകുമ്പോൾ വാങ്ങിയതിനു ശേഷം നല്ല നെയ്യ് തലവേ പാത്രത്തിൽ ഒഴിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുക. എൻജോയ്.